എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഒരു എസ്സേക്ക് ചോദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരുപാട് ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം ഈ സബ്ജക്റ്റിൽ ചെറിയൊരു സിലബസേ ഉള്ളൂ, അല്ലെങ്കിൽ എസ്സേ ചോദിക്കാൻ പാകത്തിന് ചെറിയ ഏരിയാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ടോപ്പിക്സുകൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കോടുകൂടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി സബ്ജക്റ്റ് പാസ്സാവാൻ സാധിക്കും. ആദ്യം ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇന്ന് കഴിഞ്ഞിട്ടുള്ള ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിച്ചോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിരുന്നോ, ഏത് രീതിയിലാണ് ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നത്, അതുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഷോർട്ട് നോട്ടുകളും അതുപോലെ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്ന കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ എസ്സേ ആണ്, വാട്ട് ഡു യു മീൻ ബൈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിംപ്ലി മീൻസ് യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു റെക്കോർഡ്, സ്റ്റോർ ആൻഡ് മാനേജ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഓൾവേസ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ പഠിച്ചു പോവുക. ഒരു പോയിന്റ് നോട്ട് കയ്യിൽ വെക്കുക, ഒരു പെന്നും, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ആ ഒരു പോയിന്റ് എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ കൂടെ തന്നെ പഠിച്ച് പോയിന്റ് പറഞ്ഞു നോക്കി മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നല്ലൊരു യൂസ്ഫുള്ളായ ടെക്നിക്കാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർക്ക്. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് മതി, കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മീൻസ് യൂസിങ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. എന്തിനൊക്കെയാണ്, അതാണ് അതിലെ കീവേഡ്സ്. റെക്കോർഡ്, സ്റ്റോർ ആൻഡ് മാനേജ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് പറഞ്ഞു നോക്കൂ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് മീൻസ് യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, റെക്കോർഡ്, സ്റ്റോർ ആൻഡ് മാനേജ് ബിസിനസ് ട്രാൻസാക്ഷൻ. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും നിങ്ങൾക്ക് സെയിം പോയിന്റ് എഴുതാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫീച്ചേഴ്സിൻ്റെ വേറെ ക്ലാസ് ചെയ്യുന്നില്ല. അഡ്വാൻറ്റേജസ് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം, ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാം. റൈറ്റ് ആണ്, പക്ക മാർക്ക് കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്പീഡ്, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നോർമൽ അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ അക്കൗണ്ടിങ് വർക്കുകൾ വളരെ സ്പീഡായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും, അല്ലേ? ആക്യുറസി, ഒരു മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ കൂടുതൽ കൃത്യതയുള്ള ഒന്നായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. റിലയബിലിറ്റി, സ്കാലബിലിറ്റി. അപ്പോൾ സ്പീഡ്, ആക്യുറസി, റിലയബിലിറ്റി, സ്കാലബിലിറ്റി, 4 പോയിന്റ് പഠിച്ചു. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് 2 വട്ടം പറഞ്ഞ് ഒരു പോയിന്റ് നോട്ടിൽ എഴുതി വെച്ചോ, സെറ്റായി. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്തായിരുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യൂസിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു റെക്കോർഡ്, മാനേജ് ആൻഡ് സ്റ്റോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ബിസിനസ് ഡാറ്റ, എന്ത് വേണമെങ്കിലും എഴുതാം. അഡ്വാൻറ്റേജ് ആദ്യത്തെ 4 എണ്ണം പഠിച്ചു. മൊത്തം അഡ്വാൻറ്റേജ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചെടുക്കും. ആദ്യത്തെ 4 എണ്ണം പഠിച്ചു. സ്പീഡ് കഴിഞ്ഞാൽ ആക്യുറസിയും റിലയബിലിറ്റിയും സ്കാലബിലിറ്റിയുമാണ്. ദെൻ എഫിഷ്യൻസിയും സെക്യൂരിറ്റിയും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഫെസിലിറ്റേറ്റ് സ്റ്റാൻഡർഡൈസേഷൻ, പിന്നെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ക്വാളിറ്റി റിപ്പോർട്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി റിപ്പോർട്ട് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി കിട്ടും. സ്റ്റോറേജും അതുപോലെ തന്നെ റിട്രൈവലും, സ്പീഡും സ്റ്റോറേജും ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കുന്നത് തന്നെയാണ്. ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ, നമ്മുടെ അക്കൗണ്ടിങ് വർക്കുകളുടെ ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കും. ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ് ഉണ്ട്. ഈസി ബാക്കപ്പ് സാധ്യമാകും.
നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് എടുക്കാം. ഇത്രയുമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. പറ്റുന്ന ഒരു 8 അഡ്വാൻറ്റേജ് എങ്കിലും പഠിച്ചു വെക്കുക. സ്പീഡ്, സ്റ്റോറേജ്, ആക്യുറസി, റിലയബിലിറ്റി, സ്കാലബിലിറ്റി, എഫിഷ്യൻസി, സെക്യൂരിറ്റി, ക്വാളിറ്റി റിപ്പോർട്ട്, സ്റ്റോറേജ്. ഓക്കെ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ് ആണ്. കാരണം ഹൈ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനും അതിന് ട്രെയിനിങ് കൊടുത്ത് അക്കൗണ്ടൻറ്റിനെ നിയമിക്കാനും ഒക്കെ ഹൈ കോസ്റ്റ് ആണ്. ലെസ് സേഫ്. നമ്മുടെ ഡാറ്റയും കാര്യങ്ങളും ഒക്കെ ഹാക്ക് ചെയ്യപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സേഫ്റ്റി കുറവാണ്. ദെൻ ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. അതായത് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു എംപ്ലോയിനെ കൊണ്ടുവന്ന് ആ ഒരു കമ്പനിയുടെ പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഓരോ കമ്പനിക്കും പ്രൈവറ്റ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനൊക്കെയുള്ള അല്ലെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കാൻ ഹൈ കോസ്റ്റ് ആണ്. സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റത്തിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കുറേ ടൈമിലേക്ക് നമ്മുടെ വർക്ക് പെൻഡിങ്ങിലാവും. സ്റ്റാഫ് ഓപ്പോസിഷൻ. ഇതൊക്കെ പണ്ട് കാലത്തുള്ള കാര്യമാണ് കേട്ടോ. സ്റ്റാഫ് ഓപ്പോസിഷൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനോട് പണ്ട് കാലത്ത് എന്തായിരുന്നു? തൊഴിലാളികൾക്കൊരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മാനുവൽ അക്കൗണ്ടിങ് ആയിരുന്നു താല്പര്യം. റിക്വയർഡ് സ്പെഷ്യൽ സ്കിൽ. പ്രത്യേക സ്കില്ല് വേണം എന്നാണ് പറയുന്നത്. റിഡക്ഷൻ ഓഫ് മാൻ പവർ. അതായത് സാധാരണ രീതിയിൽ കണക്ക് എഴുതി ചെയ്യുന്ന ആളുകളുടെ അത്ര എന്തിനു വേണ്ട, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി തൊഴിലാളികളെ റെഡ്യൂസ് ചെയ്യാം. സിസ്റ്റം ഡിപ്പെൻഡൻസി. തൊട്ടതിനും എല്ലാത്തിനും ഒക്കെ എന്ത് വേണ്ടി വരും? കമ്പ്യൂട്ടർ വേണ്ടി വരും. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്. ഈ കണ്ണിന് അസുഖം വരാം, ബാക്ക് പെയിൻ വരാം, അല്ലേ? അത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടാലി. ടാലിയുടെ ഫീച്ചേഴ്സും എസ് എ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പം നമുക്ക് ടാലി എന്താണെന്ന് നോക്കാം. ടാലി ഈസ് ദി സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ അവൈലബിൾ ഇൻ ദി വേൾഡ്. ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബിസിനസ് പാക്കേജ് ആണ് ടാലി. ടാലി സോഫ്റ്റ്വെയർ വാസ് ഡെവലപ്ഡ് ബൈ ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ടാലി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ടാലി ഈസ് യൂസ്ഡ് ഫോർ അക്കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ടാക്സേഷൻ പർപ്പസ് എക്സെട്ര. അപ്പോൾ ടാലിയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമുക്ക് ടാലിയുടെ ഒരു മീനിങ് എഴുതാം. അപ്പോൾ ടാലിയുടെ മീനിങ് എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ ആണ് ടാലി. ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയ. ടാലി ആരാണ് ഡെവലപ്പ് ചെയ്തത്? ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഡെവലപ്പ് ചെയ്തത്. ടാലി എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ടാക്സേഷൻ പർപ്പസ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ടാലിയുടെ ഫീച്ചേഴ്സ് ആണ് സിംപ്ലിസിറ്റി, സ്പീഡ്, പവർ, ഫ്ലെക്സിബിലിറ്റി, നോ കോഡ്സ്, റിയൽ ടൈം, ഓൺലൈൻ ഹെൽപ്പ്, കസ്റ്റമൈസേഷൻ, ഇൻ്റഗ്രേഷൻ, ഡാറ്റ സെക്യൂരിറ്റി. ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ആൻഡ് എന്യൂമറേറ്റ് സ്ക്രീൻ കോമ്പോണൻസ് ഇൻ ടാലി. ടാലിയുടെ സ്ക്രീൻ ഉണ്ടല്ലോ, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോഴും നമ്മൾ ആദ്യം ടാലി എന്താണെന്ന് എഴുതണം. ടാലി എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ അവൈലബിൾ ഇൻ ദി വേൾഡ്. അതാണ് ടാലി. ടാലി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ടാലി എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിനും ഇൻവെൻട്രി മാനേജ്മെൻറ്റിനും ടാക്സേഷൻ പർപ്പസിനും വേണ്ടിയിട്ടാണ് ടാലി യൂസ് ചെയ്യുന്നത്. ടാലി കോമ്പണൻറ്റ്, ടാലിയുടെ സ്ക്രീൻ കോമ്പോണൻ്റ് എന്തൊക്കെയാണ്? ടൈറ്റിൽ ബാർ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ ഉണ്ടായിരിക്കും, ഗേറ്റ് വേ ഓഫ് ടാലി ഉണ്ടായിരിക്കും, ബട്ടൺ ബാർ ഉണ്ടായിരിക്കും, കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്, ഇൻഫോ പാനൽ ഉണ്ട്, ടാസ്ക് ബാർ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ആൻഡ് എന്യൂമറേറ്റ് പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ഗിവൺ ഇൻ ടാലി. ടാലിയിലെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന്. അപ്പോൾ ആദ്യം ടാലി എന്താണെന്ന് എഴുതണം. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലി ഈസ് ദി സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ അവൈലബിൾ ഇൻ ദി വേൾഡ്. ടാലി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ടാലി അക്കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ടാക്സേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ടാലിയിലെ ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പ് ഇൻ ടാലി മീൻസ് കാറ്റഗറീസ് ടു ക്ലാസിഫൈ ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ കാറ്റഗറികളെയാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാലിയിലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത്
കാറ്റഗറീസ് ടു ക്ലാസിഫൈ ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് അതിലുള്ള ലെഡ്ജർ അക്കൗണ്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള കാറ്റഗറിയാണ് ഗ്രൂപ്പ്സ് ഇൻ ടാലി എന്ന് പറയുന്നത്. ദർ ആർ 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ഇൻ ടാലി. ടാലിയിൽ 28ഓളം പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ടാലിയിൽ എത്ര ഗ്രൂപ്പാണുള്ളത്? 28. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് മക്കളെ? ടാലിയിലെ എന്താണ് ഗ്രൂപ്പ്? ടാലിയുടെ ലെഡ്ജർ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പാണ് ടാലിയിലുള്ളത്? 28 ഗ്രൂപ്പാണ് ടാലിയിലുള്ളത്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പും 13 സബ് ഗ്രൂപ്പും. അപ്പം ടാലിയിൽ മൊത്തം 28 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. അതിൽ 15 പ്രൈമറി ഗ്രൂപ്പും 13 സബ് ഗ്രൂപ്പുമാണുള്ളത്. എന്നിട്ട് പ്രൈമറി ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കുക. ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചോളണം. ബ്രാഞ്ച്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അസെറ്റ്, ഫിക്സഡ് അസെറ്റ്, കറണ്ട് ലാബിലിറ്റീസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്. കുറച്ചെങ്കിലും, ഇതിപ്പോൾ കുറച്ചും എഴുതിയിട്ട് കാര്യമല്ല. 15 പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 15 എണ്ണം എഴുതണം. ബ്രാഞ്ചും ക്യാപിറ്റലും ഓർത്ത് വെക്കുക. കറണ്ട് അസെറ്റിന് എന്തുണ്ട്? ഫിക്സഡ് അസെറ്റ് ഉണ്ട്. കറണ്ട് ലാബിലിറ്റിയും ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിന് ഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. സെയിൽസിന് പർച്ചേസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, മിസലേനിയസ് എക്സ്പെൻസ്, സസ്പെൻസ് അക്കൗണ്ട്. ഇനി സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്, പ്രൊവിഷൻസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, സെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോൺ, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സൺട്രി ക്രെഡിറ്റർ, സൺട്രി ഡെപ്റ്റർ. അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് ടാലിയിലെ ഗ്രൂപ്പ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി ടു ക്ലാസിഫൈ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സ് ക്ലാസിഫൈ ചെയ്യാനുള്ള കാറ്റഗറിയാണ് ഗ്രൂപ്പ്. ടാലിയിൽ എത്ര ഗ്രൂപ്പാണുള്ളത്? 25 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്, അല്ലേ? ദെൻ 5ാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ദി ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് ടാലി. ടാലിയുടെ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ടാലി ഈസ് ദി സിമ്പിൾ ആൻഡ് കംപ്ലീറ്റ് ബിസിനസ് അക്കൗണ്ടിങ് സൊല്യൂഷൻ അവൈലബിൾ ഇൻ ദി വേൾഡ്. ഈ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് അക്കൗണ്ടിങ് സൊല്യൂഷനാണ് ടാലി. ടാലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ടാലി യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ടാക്സേഷൻ പർപ്പസിനാണ്. ടാലിയുടെ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡാറ്റ റിലയബിലിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ടാലി ഓഡിറ്റ്, ടാലി വോൾട്ട്, യൂസർ ഡിഫൈൻഡ് സെക്യൂരിറ്റി ലെവൽ, സിമ്പിൾ ആൻഡ് സ്പീഡി ഇൻസ്റ്റലേഷൻ, അൺലിമിറ്റഡ് മൾട്ടി യൂസർ സപ്പോർട്ട്, ഇന്റേണൽ ബാക്കപ്പ്, റിമൂവൽ ഓഫ് ഡാറ്റ ഇൻ ടു സെപ്പറേറ്റ് കമ്പനി, മൾട്ടി ഡയറക്ടറി ഫോർ കമ്പനി മാനേജ്മെൻറ്റ്, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഡാറ്റ, ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റ, വെബ് എനേബിൾഡ്, ഡാറ്റ ഇൻ്റർനെറ്റ് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ്, പ്രിൻറ്റ് പ്രിവ്യൂ, എബിലിറ്റി ടു പബ്ലിഷ് റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെൻ്റ് ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു ടോപ്പിക്സ്